വി എസിന്റെ ചിതയൊടുങ്ങാതെ വാർത്തയൊന്നും ചെയ്യണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ആ സന്ദർഭത്തിലും മറു സൈഡിലൂടെ വിഷം ഒളിച്ചു കടത്തുകയാണല്ലോ. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് പോലും. ചില ജഡ്ജിമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് നല്ല കമ്മ്യൂണിസ്റ്റ്, ആരാണ് അഴുക്ക കമ്മ്യൂണിസ്റ്റ്. അവരാണ് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് മികച്ച കമ്മ്യൂണിസ്റ്റ് ആര്, മോശം കമ്മ്യൂണിസ്റ്റ് ആര്. ഇവരാണ് താരതമ്യ വിദഗ്ധർ. ആ നിലയ്ക്കാണ് വി എസ് എന്ന സഖാവ് അത് ഈ സംഘടനയുടെ ഒരു സ്വത്താണ്. ആ സ്വത്ത് നഷ്ടം വന്ന സന്ദർഭത്തിൽ അതോടെ അവസാനിച്ചു എന്നാണ് കഥ മെനയാൻ ശ്രമിക്കുന്നത്. അത് പിന്നെ സ്വാഭാവികമാണല്ലോ. വി എസ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വി എസിനെ കുറിച്ച് ഇവർ പറഞ്ഞ വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും നമ്മൾ ഓർമ്മിക്കേണ്ടിയുണ്ട്. പല സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സംഭാഷണത്തെയും അദ്ദേഹത്തിന്റെ രൂക്ഷമായ പരിഹാസത്തെയും മുൻനിർത്തിക്കൊണ്ട് സംസ്കാരമില്ലാത്തവനെന്ന് വിമർശിച്ചവരുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലിയെ സംബന്ധിച്ചും വളരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയവരുണ്ട്. അങ്ങനെ നടത്തിയവരെല്ലാം ഇന്നിപ്പോ വി എസ് മൺമറയുമ്പോൾ മരണാനന്തര മഹത്വം പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെ ആക്ഷേപിക്കാനും അവരെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി